രാജസ്ഥാൻ റോയൽസ് ക്വാളിഫയർ കളിക്കുമോ അതോ എലിമിനേറ്റർ കളിക്കുമോ? വിധി എന്തായാലും രാജസ്ഥാന് സ്വയം തീരുമാനിക്കാം. ഇന്ന് KKRനെ തോൽപ്പിച്ചാൽ 18 പോയിന്റുമായി ക്വാളിഫയർ 1 കളിക്കാം. അതും നേരിടേണ്ടത് KKRനെ തന്നെ. ഇന്ന് സൺറൈസേഴ്സ് പഞ്ചാബിനോട് തോറ്റാലും രാജസ്ഥാൻ 2ാം സ്ഥാനത്ത് തുടരും. മറിച്ച് SRH ജയിച്ചാൽ അവർ 17 പോയിന്റോടെ 2ാം സ്ഥാനത്ത് കടക്കും. അതിനാൽ ഇന്ന് നടക്കുന്ന 2ാമത്തെ മത്സരത്തിൽ SRHന്റെ പോയിന്റ് നില അറിഞ്ഞ് രാജസ്ഥാന് കളിക്കാനാകും. SRH വേഴ്സസ് പഞ്ചാബ് മത്സരഫലം എന്തായാലും രാജസ്ഥാൻ ഇന്ന് വിജയിച്ചേ തീരൂ. കിരീട പോരാട്ടമല്ലെങ്കിലും ഇന്ന് ജയിച്ചാൽ നേരിട്ട 1ാം ക്വാളിഫയറിലാണ്. കാരണം അവിടെ ഒന്ന് തോറ്റാലും ഒരു ചാൻസ് കൂടി ലഭിക്കും. അതുമാത്രമല്ല 4 തോൽവികൾ തുടരെ തോറ്റ വിമർശനങ്ങളുടെ മുൾമുനയിലാണ് സഞ്ജുവും രാജസ്ഥാനും. കോഹ്ലിയെ മാറ്റി നിർത്തിയാൽ T20 ലോകകപ്പ് സ്ക്വാഡിലെ മറ്റ് താരങ്ങളെല്ലാം ബാറ്റിങ്ങിൽ തുടർച്ചയായി പരാജയപ്പെടുകയാണ്. സഞ്ജുവിനും ചഹലിനും ജയ്സ്വാളിനും ആദ്യ 11-ൽ സ്ഥാനം ഉന്നയിക്കാനുള്ള മത്സരം കൂടിയാണിത്. KKR ചിലപ്പോൾ ഇന്ന് പ്രമുഖ താരങ്ങൾക്ക് വിശ്രമം നൽകിയേക്കാം. എങ്കിലും ക്വാളിഫയർ 1 രാജസ്ഥാനുമായിട്ടായതിനാൽ തീരുമാനം മാറ്റാനും സാധ്യതയുണ്ട്. ഓപ്പണിംഗിൽ ആരെന്നതാണ് രാജസ്ഥാൻ നേരിടുന്ന പ്രധാന ചോദ്യം. ആര് വന്നാലും പവർ പ്ലേയിൽ ജയ്സ്വാൾ ഒരു മിന്നൽ പ്രകടനം നടത്തിയേ തീരൂ. ജയ്സ്വാളിൻ്റെ കഴിവ് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ പന്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കാതെ അടിച്ചൗട്ടാവുകയാണ്. താൻ ക്രീസിൽ 10 ഓവർ നിന്നാൽ ടീമിന് അത് എത്രത്തോളം ഉപകാരപ്പെടുമെന്ന് ജയ്സ്വാൾ സ്വയം മനസ്സിലാക്കി കളിക്കണം. കേശവ് മഹാരാജാവിനെ ഇന്നെങ്കിലും പ്രയോജനപ്പെടുത്തുമോ എന്ന് കണ്ടറിയണം. പവൽ ഒരു നനഞ്ഞ പടക്കമായി തുടരുകയാണ്. ഹിറ്റ്മെയറുടെ പരിക്കിനെപ്പറ്റി അപ്ഡേറ്റ് ഒന്നും വന്നിട്ടുമില്ല. ടോസ് നേടിയാൽ എന്ത് ചെയ്യണമെന്ന് വിവേചനപരമായി ഒന്ന് രാജസ്ഥാൻ ചിന്തിച്ചേ തീരൂ. ഇന്ന് സഞ്ജുവും കൂട്ടരും ആരാധകരുടെ പ്രതീക്ഷ സഫലമാക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. കാത്തിരിക്കാം രാജസ്ഥാൻ്റെ മികച്ച പോരാട്ടത്തിനായി.